ഹായ്, ബോളൈസ് വാങ്ങുമ്പോൾ ബോൾസ് കളയണ്ട കേട്ടോ. നമുക്ക് ഈ ബോൾസിൽ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുത്താലോ, വെറൈറ്റി ആയിട്ട്. ഇപ്പോൾ കുട്ടികൾക്കായിരിക്കുമല്ലോ ഇതിൻ്റെ ആവശ്യം കൂടുതലായിട്ടും, അവർക്ക് കളിക്കാനായിട്ട്. അപ്പോൾ അവരുടെ ശ്രദ്ധയപ്പെടാതെ തന്നെ നമുക്ക് ഈ ബോൾസ് ഒന്നെടുത്ത് വെച്ചിരുന്നാൽ ഇതിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വർക്കിൽ ഇതിൻ്റെ ഈ ഐസ്ക്രീം ബോൾസിൻ്റെ അടപ്പ് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഐസ്ക്രീം ബോൾസിൻ്റെ പൂക്കൾ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ അടപ്പുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പൂക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ആ 2 വീഡിയോയും കൂടി കാണണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ആ ബോളിൽ നമ്മളിതാ ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാ പീസും ഈക്വൽ ആയിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഇതളുകൾ അധികം തിക്കല്ലാത്ത, അതായത് ഒരുപാട് വീതിയല്ലാത്ത രീതിയിലുള്ള വളരെ തിന്നായിട്ടുള്ള ഇതളുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു രീതിയിൽ ഒന്ന് എല്ലാ പീസും നീളത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയ സൈസിലുള്ള കത്രികയാണ് കേട്ടോ സേഫ്, അതായത് നല്ലതുപോലെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. വലിയ കത്രിക ആകുമ്പോൾ നമ്മുടെ ബോൾസിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് കട്ട് ചെയ്യാൻ വളരെ പാടാണ്. അപ്പോൾ എടുക്കുന്നവരെന്തായാലും ചെറിയ സൈസിലുള്ള കത്രിക തന്നെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഇത് ഒരേ ലെവലിന് ഈക്വലി നമ്മുടെ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമ്മുടെ പൂവിൻ്റെ ഇതിലിന് നല്ലൊരു ഷേപ്പും കൂടി കൊടുത്തെടുക്കണ്ടേ. അതിനായിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു വക്ക് ഒന്ന് ഇതുപോലെ വളച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ആ കട്ട് ചെയ്യുന്ന പോർഷൻ നല്ല തിക്കാണ് കേട്ടോ. അപ്പം നല്ല മൂർച്ചയുള്ള കത്രികയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടത് കട്ട് ചെയ്തെടുക്കാം. ഈ വക്ക് ഇതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഷേപ്പ് ആയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ടും കൂടി ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള പൂവിൻ്റെ ഇതളകൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ പീസും ഇതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. എളുപ്പം തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും, ഒരു പാടൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ്. നമുക്ക് റൂമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ ഇത്. ഇനി നമുക്കിതിൻ്റെ ഓരോ ഇതളും ഷേപ്പ് ചെയ്ത് കൊടുക്കാം. താഴത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് മലർത്തി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വിടർത്തി എടുത്തിട്ടുണ്ടേ. ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ബോൾസിന് ഒരു പൂവിൻ്റെ ഷേപ്പായിട്ടില്ലേ. ഇനി നമുക്കിത് കുറച്ചും കൂടി നല്ലൊരു ഭംഗിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് വെള്ളരിയുടെ വിത്തുകളാണ് കേട്ടോ. നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്ത വിത്തുകളാണ്. ഇനി നമുക്കിതിനെ ഇതിലോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു പീസ് കാർഡ്ബോർഡും കൂടി എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് എടുത്തുനിന്ന് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിനൊന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ ചെറിയ സൈസിലുള്ള റൗണ്ട് ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ നടുക്ക്, അതായത് ഐസ്ക്രീം ബോളിൻ്റെ നടുക്കായിട്ട് ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ചെറിയ സൈസിനുള്ള റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വെള്ളരി വിത്തുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് തന്നെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് തന്നെയാണ്. നമ്മുടെ വെള്ളരി വിത്തുകൾ വെച്ചിട്ട് മാത്രം നമുക്ക് ഫ്ലവറുകൾ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് കുറച്ച് പെയിൻറ്റ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് ഇതിൻ്റെ സ്റ്റെമ്മും ലീഫും കൂടിയൊക്കെ ഒന്ന് വെച്ചെടുത്താൽ നല്ല ഭംഗിയായിരിക്കും വെള്ളരി വിത്തുകൾ കൊണ്ടുള്ള പൂക്കൾ കാണാൻ. അപ്പോൾ നമ്മളിന്നത് എടുത്തേക്കുന്നത് നമ്മുടെ ഐസ്ക്രീം ബോൾസിൻ്റെ നടുക്കായിട്ട് കുറച്ച് പൂമ്പൊടി പോലെ ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ ഈ വെള്ളരി വിത്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിരുന്ന അതേ ഷേപ്പിൽ തന്നെ വെള്ളരി വിത്തുകൾ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഈ ഫസ്റ്റ് ലെയർ മാത്രം പോരാ, അപ്പോൾ ഒരു 2-3 ലെയർ തിക്കായിട്ട് തന്നെ വെള്ളരിയുടെ വിത്തുകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യത്തെ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം അതിൻ്റെ പുറത്തായിട്ട് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓരോ പീസും വീണ്ടും ഒട്ടിച്ചെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ലെയറും കംപ്ലീറ്റ് ആയിട്ട് അതും ഒന്ന് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം അടുത്ത ലെയർ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 3-4 ലെയർ ഇതുപോലെ ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെള്ളരി വിത്തുകൾ കാർഡ്ബോർഡിൽ നല്ലതുപോലെ ഡ്രൈ ആയി ഇരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെയിൻറ്റും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റെഡ് കളറിലുള്ള ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂവ് മഞ്ഞ കളർ ആയതുകൊണ്ടാണ് കേട്ടോ അതിനൊരു നല്ല കളർ കോമ്പിനേഷന് വേണ്ടിയിട്ട് റെഡ് കളർ എടുത്തിരിക്കുന്നത്.
അപ്പോൾ ബോൾസ് ഏത് കളറാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് കളർ കോമ്പിനേഷൻ മാറ്റി കൊടുക്കാം കേട്ടോ. വൈറ്റ് ബോൾസൊക്കെ ആകുമ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഇപ്പോൾ ഒരു ബ്ലൂ കളറ് ഒക്കെ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറ് ഏതാണോ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്നത് അത് കൊടുത്തെടുക്കാവേ. അപ്പോൾ ഇത് നല്ല നീറ്റായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ പുറകു വശത്തൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡ് കാണാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ കാർഡ്ബോർഡ് പീസ് ഒത്തിരി നീളത്തിനൊന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു 2 ജോയിൻ്റ് ആയിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പേപ്പർ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. അപ്പോൾ ഇത് ഒന്ന് ചെറുതായി ഒന്ന് പിടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് അതിൻ്റെ മുകളിലത്തെ ആ ഒരു പാർട്ട് ഇളകി വന്നോളും. അപ്പോൾ ഇത് മുകളിലത്തെ ആ പേപ്പർ പോലത്തെ പോർഷൻ ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ എടുത്തത്, ഇതിനെ നമുക്കൊന്ന് ഇത് ഹാഫ് പോർഷൻ മതി. ഇത് ഇത്രയും നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഹാഫ് പോർഷനേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ പൂവിന് വേണ്ടുന്ന സ്റ്റെമ്മാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇത് നല്ല കട്ടിയുള്ള പേപ്പറായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഐസ്ക്രീം ബോളിന്, അതായത് ഈ പ്ലാസ്റ്റിക് ബോൾസ് ഇതിൽ നല്ലതുപോലെ ഇളകി പോരാതെയും ഈ സ്റ്റെമ്മോ ഒടിഞ്ഞു പോവാതെയോ ആടി ഉളഞ്ഞ് വളഞ്ഞൊക്കെ പോവാതെ ഇരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ല കട്ടിയുള്ള പേപ്പർ തന്നെ എടുക്കേണ്ടത്. ഇത് നമ്മുടെ ഗ്രീൻ കളറിലുള്ള ചാർട്ട് പേപ്പറൊക്കെ ആയാലും മതിയാവും. അതെടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. റോൾ ചെയ്ത് ഞാനിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 വശവും ഈക്വലി ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ ഒരു ഭാഗത്തായിട്ട് എല്ലാം നമ്മുടെ ഈ സ്റ്റെം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പൂക്കൾ ഒട്ടിക്കുന്നില്ലേ, അതുപോലെ തന്നെ ഒന്ന് 2 or 3 തവണ ഉള്ളിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത ഓരോ പീസിലും കുറച്ച് ഗ്ലൂവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഐസ്ക്രീം ബോൾസിൻ്റെ പൂവുണ്ടല്ലോ, അതിതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. കുറച്ചൊന്ന് വെച്ചേക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പൂമ്പൊടിയും കൂടെ ഒട്ടിച്ചെടുക്കാം. നമ്മുടെ വെള്ളരി വിത്ത് കൊണ്ടുണ്ടാക്കിയ പൂമ്പൊടി അത് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണേ. ഇപ്പോൾ വെള്ളരി വിത്തുകൾ ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. കളർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൂമ്പൊടി പോലെ കട്ട് ചെയ്യുക, റോൾ ചെയ്യുക, ചുറ്റിച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിനെ പൂവായിട്ട് അറേഞ്ച് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പുറകിൽ ആ സ്റ്റെമ്മും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഈ കാർഡ്ബോർഡിൻ്റെ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റെമ്മ് വളഞ്ഞൊന്നും പോവില്ല കേട്ടോ. ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റെമ്മും പൂവിൽ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകു വശം ഒന്ന് നല്ല ഗ്രീനിഷ് ആക്കി എടുക്കാം. അതായത് നമ്മുടെ പൂവിൻ്റെ പുറകിലൊക്കെ ഒരു ഗ്രീൻ കളറിൽ ഇരിക്കുമല്ലോ പൂവിൻ്റെ പുറകു വശം, ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കട്ടിയുള്ള നമ്മുടെ ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, ഗ്രീൻ കളറിലുള്ള ചാർട്ട് പേപ്പറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി അതിനെ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ തന്നെ എടുക്കണം. അതിനായിട്ട് ഇതുപോലെ കോൺ ഷേപ്പിലൊന്ന് മടക്കി കൊടുത്താൽ മതി. അതിൻ്റെ 2 വശവും വരഞ്ഞ് നിൽക്കുന്ന പേപ്പർ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈക്വലി സ്ക്വയർ ഷേപ്പ് ആയിട്ടുണ്ടത്. ഇനി അത് അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കോൺ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കുക. ഇനി നല്ലതുപോലെ ആ 2 വശവും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു വശം ഇങ്ങോട്ടും ഒരു വശം പുറകിലോട്ടും മറിച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കോൺ ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പൂവിൻ്റെ ഇതെല്ലാം എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണേ. ഇത് താഴെ നിന്ന് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് മുകളിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിനെ നമുക്കൊന്ന് വിടർത്തിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഷേപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഷേപ്പും കൂടിയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്നിനെ വിടർത്തി നോക്കാവേ. കണ്ടില്ലേ? ഇനി ഇതിൻ്റെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പീസല്ല, അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത് ആ പോർഷൻ്റെ പുറത്തായിട്ട് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഒരു ഹോളും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് കത്രിക കൊണ്ട് പുറകിലായിട്ട് 1-2 തവണ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്റ്റെം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് ഇറക്കിയെടുക്കാനാണ് കേട്ടോ അതുപോലെ ഹോളിട്ടെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് നടുക്കായിട്ട് ഗ്ലൂവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൂവ് ഇതിൻ്റെ പുറകിൽ നന്നായിട്ട് ഒട്ടിയിരിക്കാനായിട്ട് ഇതുപോലെ തണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി എടുത്തിട്ടുണ്ട്. പുറകിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പൂവിൻ്റെ പുറകിലായിട്ട്. ഇപ്പം നമ്മുടെ ഐസ്ക്രീം ബോൾസിൻ്റെ പൂവിന് കുറച്ചും കൂടി ഒരു നല്ല ലുക്ക് വന്നിട്ടല്ലേ കാണാൻ. അപ്പോൾ ഇലകൾ ഈ പുറകിലുള്ള ഇലകൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു ഇല മാത്രം പോരാ, കുറച്ച് ലോങ് ആയിട്ടുള്ള ഇലകളും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ അതിനായിട്ട് ഒരു ലൈറ്റ് കളറിലുള്ള കളർ പേപ്പർ ഉണ്ടല്ലോ എടുത്തിട്ടുണ്ട്. ഈ ഒരു നീളത്തിന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ആ ഒരു പേപ്പറിനെ നമ്മൾ ഒരു 3-4 തവണ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 പീസ് ഒത്ത് തന്നെ ലീഫുകൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ഇത്രയും കട്ടിക്ക് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അത്യാവശ്യം നീളമുണ്ട് ലീഫിന്. അതുപോലെ തന്നെ വളരെ തിന്നായിട്ടുള്ള ലീഫുകളാണ്, അധികം വീതിയൊന്നും ഇല്ലാത്ത ലീഫുകൾ കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയും കൂടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ ഓരോ പീസും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പൂവിലോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഏറ്റവും തണ്ടിൻ്റെ താഴത്തും നടുക്കൊന്നും അല്ല കേട്ടോ വയ്ക്കുന്നത്, നമ്മുടെ പൂവായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ ആണ് വെച്ച് കൊടുക്കുന്നത്. പൂവിൻ്റെ തുമ്പത്ത് തന്നെ, ഈ പൂവിൻ്റെ പുറകിലായിട്ട് തന്നെ ലീഫുകൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ലീഫ് പൂവിൻ്റെ ഒരു ഇതളുമായിട്ട് ഒന്ന് ഒട്ടിയിരുന്നോട്ടെ. അതിനായിട്ട് കുറച്ചും കൂടി മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ഇതളിലോട്ട് ഒന്ന് ആ ലീഫ് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് പിടിച്ചേക്കുക. അപ്പോൾ നല്ലതുപോലെ ആ ഒരു ഗ്ലൂവും കൂടെ അപ്ലൈ ആയിട്ട് അത് ആ ലീഫും നമ്മുടെ പൂവിൻ്റെ ഇതളുമായിട്ട് ഒട്ടിക്കിട്ടിക്കോളും. ഞാൻ ഇതുപോലെ ഒരു 3-4 പൂക്കളും കൂടി നമ്മുടെ ഐസ്ക്രീം ബോൾസിൽ നിന്ന് കട്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കെല്ലാം ലീഫുകളും കൂടി ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. പുറകിലായിട്ട് തന്നെ ഇതുപോലെ ലീഫുകൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമ്മുടെ പൂക്കൾ ഒന്ന് കൂട്ടി വെക്കുമ്പോൾ ലീഫുകളെല്ലാം നല്ല തിക്കായിട്ട് ഇതുപോലെ മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു ഗ്രീനിഷ് കളറും കൂടി നമ്മുടെ പൂക്കൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ലീഫുകളും കൂടി അതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഐസ്ക്രീം ബോൾസിൽ നിന്ന് ഇന്നുണ്ടാക്കിയ നമ്മുടെ പൂക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.